ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇടക്കാല ജാമ്യം. 90 ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നു. വേണമെങ്കിൽ മുഖ്യമന്ത്രിയായി ഇരിക്കാമെന്നും കോടതി പറഞ്ഞു. അപ്പോൾ ആപ്പിനെ സംബന്ധിച്ച് ഇത് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണോ? ഇല്ല, ഇപ്പോൾ അവർക്ക് ആശ്വസിക്കാനൊന്നുമില്ല. കാരണം കേജ്രിവാൾ CBIയുടെ അറസ്റ്റിലുമാണ്. ED കേസിൽ ഇടക്കാല ജാമ്യം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആഘോഷിക്കാനൊന്നുമില്ല, അദ്ദേഹത്തിന് പുറത്തിറങ്ങാനും പറ്റില്ല. ആകെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേജ്രിവാൾ ഉയർത്തിയ കേസ് ഉണ്ടല്ലോ, തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമായിരുന്നു, തൻ്റെ റിമാൻഡ് നിയമവിരുദ്ധമായിരുന്നു എന്ന് പ്രഖ്യാപിച്ച് കിട്ടണം. ഇതാണ് കേജ്രിവാളിൻ്റെ ആവശ്യം. ആ ആവശ്യത്തിന് എന്ത് സംഭവിച്ചു? അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. 5 ജഡ്ജിമാർ വേണം ഭരണഘടനാ ബെഞ്ചിന്. ചീഫ് ജസ്റ്റിസാണ് തീരുമാനിക്കുന്നത്. ആ ബെഞ്ചിൽ ഇപ്പോൾ ഈ വിധി പറഞ്ഞ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത, ഈ 2 പേരും ഉണ്ടാവാം, ഉണ്ടായില്ലെന്നും വരാം. 2-ൽ ഒരാൾ ഉണ്ടായെന്നോ ഉണ്ടായില്ലെന്നോ വരാം. അങ്ങനെ ഒരു ബെഞ്ചാണ് ഈ കേജ്രിവാളിൻ്റെ ബേസിക് ഹർജി കേൾക്കാൻ പോകുന്നത്. ബേസിക് ആവശ്യം ഇപ്പോഴും പരിഗണിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ 5-അംഗ ബെഞ്ച് പരിശോധിച്ചൊക്കെ വരുന്നത് വരെ ഈ കേസിൽ ഇയാളെ ജയിലിലിടുന്നതിൽ കഥയില്ല എന്ന് തീരുമാനിച്ച് മനസ്സില്ലാ മനസ്സോടെയാണ് ഈ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വാദത്തിന് ഏകദേശം വിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേജ്രിവാളിൻ്റെ വക്കീൽ അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു, യുവർ ലോർഡ്ഷിപ്സ്, വെൻ യു ആർ റീഡിങ് ദ ഓർഡർ ഇറ്റ് വാസ് എ റോളർ കോസ്റ്റർ. ആ റോളർ കോസ്റ്ററിൽ കയറിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് പോകും, താഴെ വീണു എന്നായി കഴിയുമ്പോൾ വീണ്ടും മുകളിലേക്ക് വരിക. അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റാണ് ഈ ഇടക്കാല ജാമ്യത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് തന്നെ പരിഭ്രമിപ്പിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റാണ്. പോയി എന്ന് തോന്നുന്നിടത്ത് വെച്ചിട്ട് ഒരല്പം ദയ കാണിക്കുന്ന ഏർപ്പാടാണ്. ഇത് സംഭവിക്കുന്നത്, ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നത് ബേസിക്കലി ഒരു ജഡ്ജിയുടെ ഡിസ്ക്രിഷനാണ്, വിവേചനാധികാരമാണ്. വിവേചനാധികാരം വലിയൊരു അധികാരവുമാണ്, പക്ഷെ വലിയൊരു ചുമതലയുമാണ്. വിവേചനാധികാരം വെച്ചിട്ട് ഇപ്പോൾ നമുക്കൊരാളെ തൂക്കിക്കൊല്ലാൻ വിവേചനാധികാരം ഉണ്ടെന്ന് വയ്ക്കുക, കൊല്ലണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. കൊല്ലണം തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവാം, കൊല്ലണ്ടെന്ന് തീരുമാനിച്ചാലും വലിയ കുഴപ്പമുണ്ടാവും. ഇപ്പോൾ ഈ ഡിസ്ക്രിഷൻ അത്ര സുഖമുള്ളൊരു ഏർപ്പാടൊന്നുമല്ല, വലിയൊരു ചുമതലയും കൂടെയാണ്. ഉത്തരവാദിത്തം ഇല്ലാത്തവർക്ക് പിന്നെ തോന്നിയ അവസ്ഥ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ജഡ്ജിമാർ ചെയ്യുന്നവരുമുണ്ട് താഴെയൊക്കെ. ബട്ട് സുപ്രീം കോടതിക്ക് അത് ചെയ്യാൻ സാധ്യമല്ല. സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത് PMLA ആക്ടിൻ്റെ സെക്ഷൻ 19, സെക്ഷൻ 45 ഇതൊക്കെ വെച്ചിട്ട് ഒരു അറസ്റ്റ് ആവശ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ട് ആക്റ്റിലുള്ള റീസൺ ടു ബിലീവ് എന്ന പ്രയോഗം, ഇതിനെ കൃത്യമായിട്ട് എങ്ങനെ നിർവചിക്കണം. നമ്മളുടെ സിസ്റ്റം അനുസരിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നത് കോടതിയാണ്. നിയമം ഉണ്ടാക്കാൻ കോടതിക്ക് അവകാശമില്ല, പക്ഷേ വ്യാഖ്യാനം കൊടുക്കാം. അതേസമയം ഈ ഒരു വാക്ക് കൊണ്ട് നിങ്ങളെന്താണ് അർത്ഥമാക്കിയതെന്ന് പാർലമെൻറ്റിനോട് തിരിച്ച് ചോദിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? റീസൺ ടു ബിലീവ്, വിശ്വസിക്കാൻ കാരണമുണ്ട് എന്ന് വെച്ചാൽ എന്താ? ഒന്ന്, കാരണം യാഥാർത്ഥ്യമായൊരു സാധനമാണ്, വസ്തുതയാണ്. വിശ്വാസം വസ്തുതയല്ല, വിശ്വാസം എപ്പോഴും അന്ധമാണ്. അപ്പോൾ വസ്തുതയുടെ പുറത്തുള്ള വിശ്വാസം, അങ്ങനൊരു സാധനമുണ്ടോ? വസ്തുതയുടെ പുറത്ത് സത്യമേ ഉണ്ടാവുള്ളൂ, വിശ്വാസം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളിലാണ് സുപ്രീം കോടതി ചെന്ന് ചാടുന്നത്. നമ്പർ 2, ബേസിക്കലി അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയലാണ്. ഇല്ല, അയാളെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. ഭരണഘടനയിൽ സഞ്ചാര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ പൂട്ടിയിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു പരിപാടിയാണ്. ഇത് ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നിയമപരമായ നടപടികളിലൂടെ ആണ് ഇയാളെ പൂട്ടിയിടുന്നത് എന്ന് വരുത്തുന്നു. അപ്പോൾ നിയമം അനുശാസിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ഇയാളെ പൂട്ടിയിടുകയാണ്, അല്ലാതെ വെറുതെ പൂട്ടിയിടുന്നതല്ല. പക്ഷേ റിമാൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? വലിയ നിയമമൊന്നും പാലിക്കുന്നില്ല. പ്രഥമ ദൃഷ്ടി അവർ കുറ്റം ചെയ്തു എന്ന് തോന്നി, ഇയാളെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പമുണ്ടാവും തോന്നി റിമാൻഡ് ചെയ്തു. അത്രയുള്ളൂ. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഈ അറസ്റ്റ്, റിമാൻഡ് ഒക്കെ സുപ്രീം കോടതി ഇത്രയധികം
ടെൻഷനിൽ കൊണ്ടുവരാൻ കാര്യം. ബട്ട് ഇതൊന്നും എനിക്കും സുനിജിക്കും ഒന്നും ബാധകമല്ല കേട്ടോ. നമ്മളെ പിടിച്ചകത്ത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇട്ടതാണ്, കഴിഞ്ഞു. അത് അപ്പോഴൊന്നും സുപ്രീം കോടതിക്ക് ഇതൊന്നും തോന്നുന്നില്ല. ബട്ട് വലിയ VIP-മാർ, അവർക്ക് വേണ്ടി ഹാജരാക്കുന്ന വളരെ വലിയ വക്കീലന്മാർ, ഇവരൊക്കെ വന്നു കഴിയുമ്പോൾ സുപ്രീം കോടതി ഇത് ഇഴകീറി പരിശോധിച്ച് ഇങ്ങനെയൊക്കെ വേണം. ഏതായാലും ശരി, കുറച്ച് ദിവസം ജയിലിൽ കിടന്നില്ല, ഇനി കുറച്ച് ദിവസം പുറത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇടക്കാല ജാമ്യം കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ അതിലൊരു പാരകറ്റി, ഈ ഇടക്കാല ജാമ്യം കൊടുത്തത് ശരിയാണോ എന്നും കൂടെ ഭരണഘടനാ ബെഞ്ചിൽ പരിശോധിക്കാമെന്ന് എഴുതി വെച്ചു. ഞങ്ങളിത് കൊടുത്തിരിക്കുന്നു, പക്ഷെ കൊടുത്തത് ശരിയാണോ എന്നുകൂടെ ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചോട്ടെ. അപ്പോൾ ഭരണഘടനാ ബെഞ്ച് എന്ത് ചെയ്യും? ആദ്യം ഇടക്കാല ജാമ്യം കൊടുത്തത് ശരിയാണോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് തുടങ്ങും. ഇടക്കാല ജാമ്യം കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കേജ്രിവാൾ ED കേസിൽ അറസ്റ്റിലാകും. ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ ഇതിന് മുകളിൽ CBI കേസിൽ അദ്ദേഹം അറസ്റ്റിലാണ്. പ്രാക്ടിക്കലി അങ്ങേര് ജയിലിനുള്ളിലാണ്. അങ്ങനെ ജയിലിനുള്ളിൽ CBI കേസിൽ ജയിലിനുള്ളിൽ കഴിയുന്ന ആളിന് ED കേസിൽ ഇടക്കാല ജാമ്യം കൊടുക്കുന്നു. ആ ഇടക്കാല ജാമ്യം ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്നും പറയുന്നു. ശരിയാണോ അല്ലയോ? അപ്പോൾ ഇപ്പോൾ കേജ്രിവാളിന് എന്താ കുഴപ്പം? ഈ ED കേസിൽ ഒരുപക്ഷെ ജാമ്യം കിട്ടിയെന്ന് അല്ല, ഈ CBI കേസിൽ അത് തന്നെ ഇനി കീഴ്ക്കോടതി, പിന്നെ ജില്ലാ കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോടതി, ഇത്രയും വന്നിട്ട് ആ ജാമ്യം കിട്ടുകയുള്ളൂ. ആ ജാമ്യം കിട്ടി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ED കേസിലെ ഭരണഘടനാ ബെഞ്ച് ഇടക്കാല ജാമ്യം കൊടുത്ത് റദ്ദാക്കിയെന്ന് വെച്ചോ, വീണ്ടും ഇങ്ങനെ ED കേസിലകത്ത് പോകും. അങ്ങനെ മൾട്ടിപ്പിൾ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കേസായിട്ട് മാറിയിരിക്കുകയാണിത്. പക്ഷേ നിയമവിദഗ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടെക്സ്റ്റാണ്. ഇത്രയധികം കോംപ്ലിക്കേഷൻസ് ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഇത് ഉപകരിക്കും. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം റിലീഫൊന്നുമില്ല, കാരണം CBI കേസിലകത്താണ്. ബട്ട് ED കേസിലെങ്കിലും ഇടക്കാല ജാമ്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ചില്ലറ ആഘോഷങ്ങളൊക്കെ നടത്താം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ. ഇതിനകത്തിപ്പം പറയുന്നൊരു കാര്യം, വേണമെങ്കിൽ മുഖ്യമന്ത്രി പദവിയിൽ തുടരാം എന്ന് പറഞ്ഞാൽ പുറത്തു വരും, മുഖ്യമന്ത്രിയായിട്ട് നിൽക്കാം എന്നാണോ അതിൻ്റെ അർത്ഥം? ഇല്ല, പുറത്തു വരുമെന്നല്ല. അതിൽ സുപ്രീം കോടതി എഴുതിയിരിക്കുന്നത്, അഥവാ എഴുതിയിരിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ പൊതുവേ ജഡ്ജ്മെൻറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിക്കാറുള്ളത്. ഇപ്പോൾ ഇടക്കാല ജാമ്യം ആയതുകൊണ്ടാണ് ഞാൻ വാർത്തകളുടെ പുറത്ത് സംസാരിക്കുന്നത്. കാരണം കോടതി റിപ്പോർട്ടിംഗ് ഇന്ത്യയിൽ വളരെ മോശമാണ്, പലപ്പോഴും വൺ സൈഡഡാണ്. ഇങ്ങനെയൊക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവർ വിട്ടുകളയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഓർഡർ ശരിക്കും നമ്മളുടെ കയ്യിൽ കിട്ടിയാലേ ഇത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഓർഡർ തന്നെ ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ കോർട്ടിൽ. ബൈ ഈവനിങ് വി വിൽ അപ്ലോഡ് ദ ഓർഡർ എന്നാണ്. ബട്ട് ഈ പറഞ്ഞു കേട്ട വിവരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോടതി പറഞ്ഞു, ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് ഈ കണ്ടീഷനിൽ തുടരാമോ തുടരാൻ പാടില്ലയോ എന്ന കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത് ഞങ്ങൾ അങ്ങേർക്ക് വിടുന്നു. അങ്ങേരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞങ്ങൾ ആ ഏരിയയിൽ പരിശോധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അധികാരമുണ്ടോ എന്ന് ഞങ്ങൾ തന്നെ നോക്കണമല്ലോ. കാരണം ഇവർ ഈ നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് തുടരാം അല്ലെങ്കിൽ തുടരരുത് എന്ന് രണ്ട് പറഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള ന്യായങ്ങൾ പറയണം. ഈ ന്യായങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അധികാരം ഞങ്ങൾക്കുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞങ്ങൾ അയാൾക്ക് വിടുന്നു. കാരണം ഏതായാലും അയാളകത്താണല്ലോ. പിന്നെ പ്രാക്ടിക്കലി വ്യത്യാസമൊന്നുമില്ല. ഇപ്പം നടക്കുന്ന പോലെ നടക്കും. പേരിന് മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ കേജ്രിവാൾ, ഭരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ വേറെ ആരെങ്കിലും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.